US EB4 വിസയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തൽക്കാലത്തേക്ക് EB4 വിസ നൽകേണ്ടതില്ല എന്നാണ് US സർക്കാരിൻ്റെ തീരുമാനം. ഒരറിയിപ്പ് വരുന്നതുവരെ എംബസികൾ വിസ നടപടികൾ തുടങ്ങരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. EB4 വിസയിലൂടെ രാജ്യത്തേക്ക് കടക്കാൻ നിരവധി ആളുകളാണ് അപേക്ഷ നൽകാനിരിക്കുന്നത്. അതേസമയം വിസ നടപടികൾ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ നിർത്തിവെക്കാനുള്ള നടപടി ഇന്ത്യക്കാരെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അടുത്ത ഫിനാൻഷ്യൽ ഇയർ വരെയാണ് ഇത്തരത്തിൽ EB4 ഗ്രീൻ വിസ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത്. പുതിയ ഗ്രീൻ കാർഡുകൾ 2025 ഒക്ടോബർ 1 മുതൽ ഇഷ്യൂ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും 5 വിസകളാണ് US വിദേശ തൊഴിലാളികൾക്കായി നൽകി വരുന്നത്. EB1, EB2, EB3, EB4, EB5 എന്നിവയിൽ തൊഴിലാളികളുടെ സ്കില്ലിനനുസരിച്ചാണ് ഇത്തരം ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. റിസർച്ചേഴ്സ്, പ്രൊഫസേഴ്സ് തുടങ്ങിയവർ ആദ്യ കാറ്റഗറിയിൽ EB1 കാർഡിൽ ഉൾപ്പെടും. താൽക്കാലിക മാറ്റങ്ങൾ വരുന്ന EB4 വിസ നൽകി വരുന്നത് അധികവും മതവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ചില പ്രത്യേക കുടിയേറ്റക്കാർക്കും അന്താരാഷ്ട്ര സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കുമാണ്. ഓരോ വർഷവും US സർക്കാർ തൊഴിലടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡുകളുടെ എണ്ണത്തിൽ ഒരു പരിധി നിശ്ചയിക്കുന്നുണ്ട്. ആകെയുള്ളതിൽ 7.1% മാത്രമാണ് EB4 വിസ അപേക്ഷകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്. ഇതിനർത്ഥം ഓരോ വർഷവും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ വിസ ലഭിക്കൂ എന്നതാണ്. US EB4 വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് തീരുമാനം അത്ര ഗുണം ചെയ്യില്ല. ഇത്തരക്കാർക്ക് വിസ നടപടികൾക്കായി ഒക്ടോബർ വരെ കാത്തിരിക്കണം. ഇതുവഴി US പൗരത്വമെടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും തിരിച്ചടിയാണ്. ഇത്തരക്കാർക്ക് മറ്റ് വിസകളിലൂടെ US കടക്കാൻ ശ്രമിക്കാമെങ്കിലും അതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നതിനായി വരുന്ന ചെലവുകൾ ഒരു പ്രശ്നം തന്നെയാണ്. EB4 വിസ കൂടാതെ EB1, EB2, EB3 വിസകളും H1B വിസ അഥവാ സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ പോലുള്ള മേഖലകളിൽ വിദഗ്ധ തൊഴിലാളികൾക്കായുള്ള വിസയിലും അപേക്ഷിക്കാം. EB4 വിസകൾ കാലാവധി കഴിയുന്നതോടെ ക്യൂവിലുള്ള ഇന്ത്യൻ അപേക്ഷകൾ റിജക്റ്റ് ആവുകയോ അല്ലെങ്കിൽ കാലതാമസം വരികയോ ചെയ്യാം. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം പ്രധാനമായും എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് വിസ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയും വിസ നിയമങ്ങൾ കർശനമാക്കിയും രാജ്യ സുരക്ഷ വർദ്ധിപ്പിക്കാനായിരുന്നു ശ്രമം. ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ നിർണായകമായ ഒന്നായിരുന്നു ഗോൾഡൻ കാർഡ് വിസ. നിലവിലുണ്ടായിരുന്ന EB5 വിസയ്ക്ക് പകരമാണ് ട്രംപ് ഗോൾഡൻ വിസ കൊണ്ടുവരുന്നത്. വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് നിയമപരമായി താമസാവകാശം നൽകുന്ന നടപടിയാണിത്. $5 മില്യൺ ഇതിനായി അമേരിക്കയിൽ നിക്ഷേപിക്കേണ്ടത്. എന്നാൽ ഉയർന്ന നിരക്ക് പല ഇന്ത്യൻ നിക്ഷേപകർക്കും ഒരു സ്വപ്നമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിൽ ഊന്നൽ നൽകുന്നതാണ് പുതുക്കിയ നടപടികൾ. വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതടക്കം ഇതിനുതകുന്ന തീരുമാനങ്ങളായിരുന്നു. ഇതോടെ അമേരിക്കൻ വർക്കിംഗ് ക്ലാസിന് കൂടുതലായി മുൻഗണന നൽകുകയാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്.